സിനിമയിൽ സ്ത്രീകൾക്ക് എത്ര സ്ഥാനമുണ്ട്? കഥാപാത്രങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ മറുപടി തന്നെ മലയാളത്തിൽ അത്തരം സ്ത്രീ കഥാപാത്രത്തിനുള്ള പ്രാധാന്യമുള്ള സിനിമകൾ ഉണ്ടാവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞത് ബേസിക്കലി ഒരു ഹീറോ ഓറിയൻറ്റഡ് ആണ് മലയാള സിനിമ. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ആണ് ഈ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിരന്തരം നമ്മൾ പരാജയപ്പെടുകയും ചെയ്യുക. കാര്യം ഒരു കഥാപരമായി വളരെ മേജറായിട്ടുള്ള ഏരിയ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നേയില്ല. സ്ത്രീയുമായി ബന്ധപ്പെടുന്നതും അല്ലെങ്കിൽ സ്ത്രീയും പുരുഷനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളോ അതിൻ്റെ ഡെപ്തുകളിലേക്കൊന്നും നമ്മൾ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നേയില്ല. നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഈ മനുഷ്യബന്ധങ്ങളിലെ ഒരു അടുപ്പമില്ലായ്മയോ അതൊക്കെ ആയിരിക്കുമോ ഇതിന് കാരണം? അതോ ഈ കച്ചവടത്തിൻ്റെ ആ ഒരു പേടി തന്നെയാണ്? അല്ല, എനിക്ക് തോന്നുന്നു അടുപ്പമില്ലായ്മ ഉണ്ടെങ്കിൽ അത്തരം സിനിമകൾ ഉണ്ടാവണമല്ലോ. കാര്യം ഇന്നും സന്ധ്യയ്ക്ക് ദീപം ദീപം എന്ന് പറഞ്ഞ് സെറ്റ് മുണ്ട് കൊടുത്ത് വിളക്കും പിടിച്ചൊരു പെൺകുട്ടി വരുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന സിനിമാ സംവിധായകരാണ് മലയാളത്തിൽ കൂടുതൽ. ഇന്ന് കേരളത്തിൽ ഒരിടത്തും അങ്ങനൊരു വീട്ടിൽ 6:30 മണിക്ക് കൃത്യം അല്ലെ സന്ധ്യയ്ക്ക് വിളക്ക് പിടിച്ചു വരുന്നൊരു പെൺകുട്ടി ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. നമുക്ക് പ്രേക്ഷകരോട് ചോദിക്കാം ചോദ്യങ്ങൾ. സാറിൻ്റെ ശേഷം എന്ന് പറഞ്ഞ ചിത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അതിനകത്ത് മുരളി അവതരിപ്പിച്ച കഥാപാത്രം എഡിറ്റിങ്ങിനെ കുറിച്ച്, സിനിമയുടെ എഡിറ്റിങ്ങിനെ കുറിച്ചും എഡിറ്റിങ്ങിന് സിനിമയിലുള്ള പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ ശേഷം എന്ന സിനിമയിൽ എഡിറ്റിംഗ് അല്പം മോശമായി പോയില്ലേ എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് താങ്കളുടെ ചോദ്യത്തിനകത്തൊരു വളരെ തെറ്റായ ചോദ്യത്തിൻ്റെ പ്രശ്നമുണ്ട്. കാര്യം ഒരു സിനിമ സംവിധായകനെ സംബന്ധിച്ച് അതെങ്ങനെ പറയണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായ ധാരണയുള്ള ഒരാളാണ് ഒരു സംവിധായകൻ എന്ന് പറയുന്നത്. അപ്പോൾ ശേഷം എഡിറ്റ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെയാണ്. അത് എൻ്റെ ഫ്രീഡമാണ്. ഒരു സിനിമ ചെയ്യുന്ന സംവിധായകനെ സംബന്ധിച്ച് അതെങ്ങനെ പറയണം, അതിനകത്ത് എഡിറ്റിംഗ് തെറ്റിപ്പോയോ അല്ലെങ്കിൽ അതിൻ്റെ മ്യൂസിക് ഇങ്ങനെ എല്ലാവരുന്നല്ലോ കൊടുക്കണമെന്ന് പറയാനുള്ള അവകാശം ഒരു പ്രേക്ഷകനുമില്ല. പക്ഷേ സിനിമയുടെ ഇൻട്രിക്കസീസ്, ഇതിൻ്റെ സാങ്കേതികത്തെക്കുറിച്ച് ഒരു പ്രേക്ഷകൻ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറയുന്നതിനകത്ത് രണ്ട് തെറ്റുണ്ട്. ഒന്ന്, ഒരു സിനിമ ഏത് രീതിയിലും ഇപ്പോൾ താങ്കൾ ഈ സിനിമ ചെയ്താൽ വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും, മറ്റൊരു സംവിധാനം ചെയ്താൽ ഇത് വേറൊരു രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് ക്രിയേറ്റീവ് വർക്ക് ഓഫ് ആർട്ടിനും പലതരം പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഇത് രാജീവ് കുമാർ എന്ന സംവിധായകൻ്റെ മനസ്സിലുള്ള സിനിമ മാത്രം. സെൻസറിങ് സിനിമയ്ക്ക് ആവശ്യമില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ടെലിവിഷൻ മാധ്യമത്തിനോ? എൻ്റെ അഭിപ്രായത്തിൽ ആവശ്യമില്ല എന്നുള്ള രണ്ട് മാധ്യമം. കാര്യം ഈ ഒന്നാമത്തെ കാര്യം ഈ സെൻസർ ചെയ്യുന്നത് ആരാന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. എനിക്ക് തോന്നുന്നു ഞാനൊരു ഫിലിം മേക്കർ എന്നുള്ളത് എനിക്ക് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എന്ത് സെൻസർ ചെയ്ത് കാണിക്കണം, ആ സെൻസിബിലിറ്റി എനിക്കുണ്ടാവണം, അല്ലാതെ മറ്റൊരാൾക്ക് ഉണ്ടാവേണ്ടതല്ല. പക്ഷേ ഓരോ വ്യക്തിയുടെയും സെൻസിബിലിറ്റി ഡിഫറെൻ്റ് ആവുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും വ്യക്തി അതിന് ഉത്തരവാദിത്തപ്പെടുന്നവനാവുന്നു. ഇപ്പോൾ അങ്ങനെയില്ലല്ലോ. ഇപ്പോൾ ഞാൻ എന്ത് തോന്നിവാസം ചെയ്താലും അത് നോക്കാൻ ആരോ ഉണ്ട്, അവരിൽ നിന്ന് രക്ഷപ്പെട്ടാൽ ഇത് തിയേറ്ററിൽ വരും എന്നുള്ള ലാഘവത്തോടെ ഒരു സിനിമാ സംവിധായകനെ സമീപിക്കാം, അല്ലെങ്കിൽ ഒരു TV പ്രൊഡ്യൂസർക്ക് സമീപിക്കാം. നേരെ മറിച്ച് അത് തൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു സമൂഹത്തെ ഇത് ബാധിക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങളിൽ നിക്ഷിപ്തമാണെന്ന് പറയുന്നൊരു ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ഒരു സംവിധായകനെ സംബന്ധിച്ച് അയാൾ വളരെ കോഷ്യസ് ആയിരിക്കും. അയാളുടെ വിഷ്വൽ സെൻസിബിലിറ്റിയും ഒക്കെ അങ്ങനെ പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ അങ്ങനെ അല്ലാത്തടത്തോളം കാലം ഇതൊരു കോൺഫ്ലിക്റ്റിലാണ് നിൽക്കുന്നത്. സ്റ്റഡി ക്യാമിലൂടെ മുഴുവൻ ചിത്രം ഫിനിഷ് ചെയ്യുകയും അതുപോലെ 1 സീൻ 1 ഷോട്ട് അങ്ങനെ ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ എന്തിനായിരുന്നു? ഇങ്ങനെയുള്ള ഓരോ വ്യത്യാസങ്ങൾ എന്തിനായിരുന്നു? ഒന്നാം വിഷയം അതിന് അങ്ങനെ പ്രൊവോക്ക് ചെയ്തു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. ആ വിഷയത്തിനുണ്ടായിരുന്നത് ഒന്ന്, ഈ സോ കോൾഡ് അണ്ടർവേൾഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കൊച്ചി ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അധോലോകം ഉണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഒരുപക്ഷെ നമ്മൾ സിനിമയിൽ കാണുന്ന അധോലോകം അല്ലെങ്കിൽ പോലും അധോലോകം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്പോൾ ഇവരുടെ ലൈഫിനെ സംബന്ധിച്ചും എൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അതിനകത്ത് അധോലോകത്തിൽ പെട്ടുപോയവരോ അത്തരം ആക്ടിവിറ്റികൾ പെട്ടവരുമൊക്കെ ആയിട്ടുള്ള അവരെക്കുറിച്ചുള്ള ഒബ്സർവേഷനിൽ ഇവരുടെയൊക്കെ ലൈഫിന് ഒരിക്കലും ഒരു എപ്പോഴും മൂവ്മെൻറ്റിലുള്ളൊരു ലൈഫായിരുന്നു. എപ്പോഴും അവർക്ക് ഒരു സ്ഥലത്ത് നിൽക്കാൻ പറ്റാതെ, കാര്യം അവരുടെ ആക്ടിവിറ്റീസ് മുഴുവൻ ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കും അതിൻ്റെ റിയാക്ഷൻസിലേക്കും അതിനോടുള്ള റിഫ്ലെക്സ് ആക്ഷനും. അപ്പോൾ ഒരിക്കലും മനസ്സമാധാനത്തോടുകൂടി എങ്ങും ഇരിക്കാൻ കഴിയാത്ത കുറേ മനുഷ്യരുടെ കഥ പറയുന്നു എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ ഒരിടത്ത് നിൽക്കരുത് എന്ന് എനിക്ക് തോന്നിയത്. കാര്യം ഇവരെ ഫോളോ ചെയ്യുക, കാര്യം ഇവരുടെ ക്യാരക്ടറൈസ് മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ വളരെ സൂക്ഷ്മമായി ഇവരെ പഠിച്ചു കഴിഞ്ഞാൽ
അത് വളരെ സിമ്പിളാണ്. ഒരു കൊലക്കുറ്റം ചെയ്താൽ, അല്ലെങ്കിൽ ഒരാളൊരു കുറ്റം ചെയ്താൽ പിന്നെ അതിനെ ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യണം. അത് ഡിഫെൻഡ് ചെയ്യാൻ പോകുമ്പോൾ മറ്റൊരു കുറ്റത്തിലേക്ക് പോകാം. അപ്പോൾ ഇതൊരു ജീവിതം ഓടിത്തീർക്കുക എന്ന് പറയുന്ന വഴിയിൽപ്പെട്ട ആൾക്കാരുടെ കഥയാണ്. പണ്ട് നമുക്ക് സൂര്യപ്രകാശം കാണിക്കണമായിരുന്നു. സൂര്യൻ ഉദിച്ചാൽ അടുത്ത ദിവസം എന്ന സിനിമയിൽ, അല്ലെങ്കിൽ ഷർട്ട് മാറ്റിയാൽ അടുത്ത ദിവസം. ഈ ചേഞ്ച് ഓവേഴ്സിന് നമുക്ക് ടൈം ലാപ്സ് കൊടുക്കണമായിരുന്നു. കാലക്രമേണ അത് മാറിയിട്ട് ഇന്ന് ഒരു വിഷ്വലായിട്ട് കുട്ടികളുടെ സെൻസിബിലിറ്റി മൊത്തം എൻ്റർലി ഡിഫറെൻ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മലയാള സിനിമകളെ വരുന്ന ഒരു പുതിയ തലമുറയ്ക്ക് ഒരു രീതിയിലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണ്. കാരണം അവർക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാവും. 1-2 സജസ്റ്റീവ് ഷോട്ടിൽ ഒരു സീനിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാവുന്നവരോടാണ് നമ്മൾ ഇലാബറേറ്റ് ആയിട്ട് ഒരു സിനിമ സംസാരിക്കുന്നത്. സിനിമാ വിചാരണ ആവശ്യമാണോ? എനിക്ക് തോന്നുന്നു വിചാരണ എപ്പോഴും ആവശ്യം ഈ സംവിധായകനെ ആണ് വിചാരണ ചെയ്യേണ്ടത്. സിനിമ ചെയ്തു പോയ ഒരു കാരണമാണ്. സംവിധായകനെ വിചാരണ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, ഒന്നുകിൽ ആ സംവിധായകൻ തിരുത്തപ്പെടുന്നു, അല്ലെങ്കിൽ സംവിധായകൻ ചെയ്തു പോയ തെറ്റുകളെ അപ്പോഴെങ്കിലും അയാൾ ബോധ്യപ്പെടുന്നു. 2, ഇനി ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് കാര്യമായി ഈ വിചാരണയ്ക്ക് ശേഷം അയാൾക്ക് പല റീതിങ്കിങ്ങുകളുണ്ടാവാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചെയ്ത വർക്ക് ഓഫ് ആർട്ടിനെ കുറിച്ച് ഉള്ള വിചാരണകൾ എങ്ങും എത്തപ്പെടാത്ത വിചാരണയായി മാറാനുള്ള സാധ്യതയുണ്ട്. സംവിധായകനെ വിചാരണ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതുമാണ്. ടി കെ രാജീവ് കുമാറിൻ്റെ ഈ ഉത്തരം നമ്മുടെ സിനിമാ വിചാരണയെ അന്വർത്ഥമാക്കുന്നു. നമ്മളും ഇവിടെ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. ജനപ്രിയ കലയായ സിനിമ പ്രേക്ഷകരുടേതാണ്. അവർക്ക് ചോദിക്കാം. സിനിമയുടെ നായകനായ സംവിധായകന് ഉത്തരം പറയാം. അവർക്ക് ദേഷ്യപ്പെടാം, അദ്ദേഹത്തിന് ഏറ്റുപറയാം. ഓടി ഒളിക്കാതെ അവരെ നേരിടാം.